ഞാനിന്ന് വന്നിട്ടുള്ളൊരു താളിപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചൊറിയണമാണ്. ചൊറിയണം പിന്നെ താളിച്ചാൽ നല്ല രസമാണ്. ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല അത് ചൊറിയിലേ തൂവല്ലേ അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇത് താളിച്ചാൽ ഏറ്റവും ടേസ്റ്റുള്ളൊരു ഇലയാണിത്. ഒന്ന് താളിച്ച് നോക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഇനിയിപ്പോൾ അത് നമുക്ക് എങ്ങനെ നുള്ളി എടുക്കാമെന്ന് നോക്കാം. നല്ല വൃത്തിയുള്ള സ്ഥലത്തുള്ള ചൊറിയണമാണിത്. ഞങ്ങൾ കന്നിത്തൂക എന്നാണ് പറയാം. അപ്പോൾ ഇതേപോലെ 2 വിരൽ വെച്ചിട്ട് അതിൻ്റെ പിന്നെ തണ്ടിൻ്റെ ആ ഒരു കുറ്റിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നുള്ളിയെടുക്കണം. കൈയിൻ്റെ പടത്തിലൊന്നും ആകാൻ പാടില്ല. പടത്തിലായാൽ ആണ് നമുക്ക് ചൊറിയുക. ഇങ്ങനെ വിരലിൻ്റെ തുമ്പുകൊണ്ട് എടുത്താൽ അങ്ങനെ ചൊറിയൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിനെ നുള്ളിയെടുക്കാനും പറിച്ച് കൊണ്ടുവരാനും. ഞാനിതിൻ്റെ ആ തലപ്പ് പിന്നെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ എല്ലാ ഇലയും ഇതേമാതിരി പൊട്ടിച്ച് കൊണ്ടുവന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി എടുക്കണം. അപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് തന്നെയാണ് കഴുകി എടുക്കുന്നത്. ഇതേപോലെ നമ്മൾ വിരൽ വെച്ചിട്ട് ഇങ്ങനെ കഴുകി എടുത്താൽ മതി. അത് നമ്മുടെ കൈയിൻ്റെ പുറങ്ങളിൽ ഒരതിയാൽ അങ്ങനെ തട്ടിയാൽ അങ്ങനെയൊക്കെ ചൊറി വരുള്ളൂ. പക്ഷേ ഇത് താളിച്ചാലോ അത് ഭക്ഷിച്ചാലോ ഒന്നും നമുക്ക് ചൊറിച്ചിൽ വരില്ല. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു സാധനമാണ്. ഈ പത്തലക്കൂട്ടിൽ ഉള്ള വിഭവമാണിത്. ഒരുപാട് ഔഷധ ഗുണങ്ങളും വിറ്റാമിനും ഒക്കെ ഉള്ളൊരു ഇലയാണിത്. അപ്പോൾ ഇത് അധികം ആൾക്കാർക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയില്ല. കൈക്കോ ചൊറിയിലേ തൂവയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഞാനിവിടെ തൊലിച്ച് വെച്ചിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞിട്ട് ഒരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചോക്ക വറുത്തെടുക്കണം. അതേമാതിരി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. വെളുത്തുള്ളി ഉണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്. നമുക്ക് ഇത് ചോക്ക വറുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കീറി മുറിച്ചതാണിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഉള്ളി മൂത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ട് ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് ഒഴിക്കുന്നത്. കഞ്ഞിവെള്ളത്തിലാണ് താളിച്ചെടുക്കുന്നത്. പച്ചവെള്ളത്തിൽ താളിച്ചെടുക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കറിക്ക് വേണ്ടിയുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനധികം വേഗമൊന്നുമില്ല, കുറഞ്ഞ് പിന്നെ വേഗമുള്ളൂ. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് ഇല ഉണ്ടെങ്കിലും അത് വാടിക്കഴിഞ്ഞാൽ കുറച്ച് ഇലയായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ ഇതാ ഇലകളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. മുരിങ്ങയിലൊക്കെ വേവിക്കണ ആ ഒരു പാകം ഉള്ളൂ. പിന്നെ ഇതിന് പെട്ടെന്ന് വെന്ത് കിട്ടും, വെന്ത് കുഴയും. ഇപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇതാ കളറൊക്കെ മാറി നല്ല കുഴഞ്ഞിരിക്കണുണ്ട്. നല്ല പിന്നെ വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കുക. ഇത്ര ഉള്ളൂ ഇതിൻ്റെ കറി ഉണ്ടാക്കണതിൻ്റെ പണി. കുറച്ച് സമയം മതി. പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. താളിപ്പ് ഉണ്ടാക്കും പോലെ തന്നെയാണ്, മുരിങ്ങയൊക്കെ താളിക്കും പോലെ തന്നെയാണ്. നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ താളിപ്പൊക്കെ റെഡിയായി. ഇതാ ഞാൻ ചോറ്റിലൊഴിച്ച് കഴിക്കുകയാണ്. നമ്മൾ ഈ വെന്ത ചോറാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അതിൽ കുഴച്ച് ഈ ഒരു കറിയും കൂട്ടി കഴിക്കാൻ. അപ്പോൾ മഴക്കാലമാണ്. ഇപ്പോൾ എല്ലായിടത്തും ഈ ഒരു പിന്നെ കന്നിത്തൂക്കം ഉണ്ടാവും. എല്ലാവരും ചൊറിയും എഴുതി കഴിക്കാതിരിക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.